Hello, hi, good evening all, and welcome back to Let's Subject Language Academy. And yes, day after tomorrow, you're going to have an examination. All OET students are going to appear for another examination. So we'll see what is going to happen this exam. എന്താണ് ഈ എക്സാമിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കേണ്ടത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ about to discuss here. Welcome all to the session. അപ്പോൾ യെസ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസും candidates ഒക്കെ ആഡായി വരുന്നതേ ഉള്ളൂ. സോ പ്ലീസ് ടെക്സ്റ്റ് മീ ദോസ് ആർ പ്ലാനിങ് ഓർ ദോസ് ആർ അബൌട്ട് ടു അപ്പിയർ ദിസ് എക്സാമിനേഷൻ ദിസ് വീക്ക് ഓർ ദിസ് വീക്കെൻഡ് ഓൺ സാറ്റർഡേ. പ്ലീസ് ലെറ്റ് മീ നോ. ആൻഡ് ഓൾസോ ഇപ്പം ആഡായിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും പ്ലീസ് show your presence with your hi and your replies and response. Hope you will have a discussion session today. Okay, so എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ എക്സാമിന് മുന്നേ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ it's with lot of pleasure and with lot of happiness we are sitting here because സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസും ആൻഡ് അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഓരോ ആഴ്ചയും കടന്നു പോകുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഇപ്പോൾ കൂടി ഒരു എക്സാം ബാച്ച് ഈ സാറ്റർഡേയ്സ് വേണ്ടിയുള്ളൊരു എക്സാം ബാച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് മോർ ദൻ 20 സ്റ്റുഡൻസ്. അങ്ങനെ ഒരു ബാച്ച് ഇപ്പോൾ കടന്നു പോയതേ ഉള്ളൂ. അവരും പ്രാർത്ഥിക്കണം എന്നും എന്താ പറയുക, ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടാണ് എക്സാം എഴുതാൻ പോയിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം എത്രത്തോളമാണ് നമ്മൾ ഓരോ എക്സാമിന് വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡീഡ് ഇൻ യുവർ ലൈഫ്. സോ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആണ് മെയിനായിട്ട് നിങ്ങൾ എല്ലാവരും എക്സാം എഴുതാൻ പോകുമ്പോൾ ഉള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ കൊടുത്ത ഹാർഡ് വർക്കിനൊക്കെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെ പറയുമ്പോഴും ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ലൈക്ക് ഈ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു എഫേർട്ടിൻ്റെ ഇതിന് നമുക്ക് കിട്ടും എന്ന് പറയും, അല്ലേ? അപ്പം യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് അനുസരിച്ച്, പൊതുവെ ഇവിടെ ആയാലും പൊതുവെ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് എക്സാം ബാച്ചിലോട്ട് കയറുമ്പോഴാണ് ഉള്ളിൽ നിന്നൊരു ഫയർ വരുന്നത്, അല്ലേ? സ്റ്റിൽ നമ്മൾ റിപ്പീറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം ബാച്ച് വേണമെന്നില്ല, നമ്മൾ വിൽ ബി വർക്കിംഗ് റിയലി ഹാർഡ്. എന്നാൽ പോലും എക്സാം ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഉള്ളിലൊരു ഫയറും കുറച്ചും കൂടെ ഒരു ടെൻഷനുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, ഈസിൻറ്റ് ഇറ്റ്? സോ അപ്പോൾ പോലും എക്സാം ബാച്ചിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പലപ്പോഴും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് ഏത് രീതിയിലാണെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് സ്പീക്കിംഗ്. ദോ വി ഹാൻഡിൽ എവറി മൊഡ്യൂൾ, വാട്ട് ഐ മാസ്റ്റർ ഇൻ സ്പീക്കിംഗ്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്, നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 times എങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ പൊതുവെ വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് ദേ ഡു ഇറ്റ്, പക്ഷേ അവർ ചെയ്യുന്ന പലപ്പോഴും ഈ കാർഡ് 3 വട്ടം ഇങ്ങനെ നോക്കി വായിക്കുമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ അവർ മനസ്സിലൊന്ന് ഓർത്ത് നോക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ അത് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് പോയതാണല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് വയ്ക്കുമായിരിക്കും. സോ എന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നല്ല, അല്ലേ? പക്ഷേ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞ് തന്നെ ശീലിക്കേണ്ടതാണ്. ഹോപ്പ് യു നോ ഇറ്റ് ഇസ് ആക്ച്വലി എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ, അല്ലേ? നമുക്ക് ചിന്തിക്കാൻ സമയമില്ല, അതിന് മുമ്പ് നമ്മൾ സംസാരിക്കണം. ഇറ്റ് ഇസ് ആക്ച്വലി എ കൈൻഡ് ഓഫ് റിഫ്ലെക്സ് ഓർ എ സഡൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ സെൽഫ്. റൈറ്റിംഗ് പോലെയല്ല, വി ഹാവ് ടൈം, നമ്മൾ റബ്ബ് ചെയ്ത് എഴുതും, അല്ലേ? പക്ഷെ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കണം. അത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയൊരു പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മൾ ഒത്തിരി ഐഡിയാസ് നമ്മൾ എടുത്ത് വെക്കുമ്പോഴാണെങ്കിൽ പോലും ആ എല്ലാ ഐഡിയാസും നമുക്ക് അതുപോലെ തന്നെ പറയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, അല്ലേ? ഇസൻറ്റ് ഇറ്റ്? നമ്മളെപ്പോഴും പക്ഷേ ഞാനത് ഓർത്തയായിരുന്നു, പക്ഷെ ആ സമയത്ത് അതൊന്നും വന്നില്ല എന്ന് പറയും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ സ്പീക്കിങ്ങിന് നമ്മൾ പറഞ്ഞ് തന്നെ പഠിക്കണം. അതും മനസ്സിൽ പറഞ്ഞാൽ പോലും അതല്ല അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒച്ചത്തിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. എക്സ്ക്യൂസ് മീ. ഒച്ചത്തിൽ നല്ല സ്പീഡിൽ നമ്മൾ ഒച്ചത്തിൽ വെദർ ഇറ്റ് ഇസ് ഇൻ യുവർ റൂം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ കേൾക്കുക, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാതെ. കാരണം സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീക്കിംഗ് ചെയ്ത് തന്നെ പഠിക്കണം. അതെല്ലാ മൊഡ്യൂളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവർ വിചാരിക്കും അവരെല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത്
ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ എപ്പോഴും നമ്മുടെ ഓരോ എക്സാം സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോഴത്തേക്കും എന്താണ് എക്സാം സ്റ്റുഡൻസ് എക്സാമിനേഷന് പോകാൻ നേരത്ത് നിങ്ങൾ ഒരു വാക്ക് പോലും നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തൊരു സാധനം കാണില്ല. എസ്പെഷ്യലി ഇൻ സ്പീക്കിംഗ് മൊഡ്യൂൾ ഓർ പെർട്ടിക്കുലർലി ഇൻ സ്പീക്കിംഗ് മൊഡ്യൂളിൽ കീവേഡ്സ്, അവർ തരുന്ന ടോപ്പിക്സ്, ഐ മീൻ മേ ബി ദ കണ്ടീഷൻ മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ, സിനാരിയോ മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ഓരോ ബുള്ളറ്റ് പോയിന്റ്സിൽ ഓരോ വാക്കും നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, വിത്ത് ദ പ്രാക്ടീസ് മെറ്റീരിയൽസ് വി ഹാവ്, ഐ എം ഡാം കോൺഫിഡൻറ്റ് ദാറ്റ് നിങ്ങൾ പറയാൻ പോകുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഫെമിലിയർ വാക്കുകളും അങ്ങനെയുള്ള ഫെമിലിയർ ബുള്ളറ്റ് പോയിന്റ്സും കിട്ടാൻ പോകുന്ന ഒരു എക്സാമിനേഷനാണിത്. അതുകൊണ്ട് തന്നെയാണ് അവരോട് ഞങ്ങൾ കൊടുക്കുന്ന കാർഡ്സ് അത് ഓരോ ദിവസത്തെ ഒത്തിരി കാർഡ്സ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന കാർഡ്സിൽ നമുക്കൊരു ഹോൾഡ് വേണം. കാരണം ഇതേ സിറ്റുവേഷനാണ് ഇനിയും കുറേ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ അത് ഒരു 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോർ ദൻ ജസ്റ്റ് പ്രാക്ടീസിങ്. സോ എക്സ്ക്യൂസ് മീ, നമ്മുടെ ഇന്നത്തെ ഒരു എക്സാം ബാച്ച് കഴിഞ്ഞു പോയപ്പോൾ ലൈക്ക് ഈ ഒരു എക്സാം ബാച്ചിലോട്ട് ജോയിനിങ് ചെയ്യാൻ വന്ന സ്റ്റുഡൻസിനെയൊക്കെ പറ്റി ഞാൻ പെട്ടെന്നൊന്ന് ആലോചിച്ചു. ഇറ്റ് വാസ് ലൈക്ക് ഒരു കുറേ പിള്ളേർ വന്നിട്ട് നമ്മളുടെ എന്താ പറയുക, അവർ ഞങ്ങളിത് 4ാമത്തെ പ്രാവശ്യമാണ് എഴുതാൻ പോകുന്നത്, 3ാമത്തെ പ്രാവശ്യമാണ് എഴുതാൻ പോകുന്നത്, കുറച്ച് സ്റ്റുഡൻസ്. അപ്പം ഞങ്ങൾക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ വി റിയലി വാണ്ടഡ് ടു നോ ഇവിടെ കൃത്യമായിട്ടാണോ കാര്യങ്ങളൊക്കെ പോകുന്നത്. ആക്ച്വലി ദാറ്റ് ഈസ് ദെയർ റൈറ്റ്. ഞാൻ ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവരും കൃത്യമായി തിരക്കിയിട്ട് മാത്രമായിരിക്കണം അവർ ജോയിൻ ചെയ്യേണ്ടത്. ഇന്നിപ്പം most of the students, some have out of stations. I mean, the exam is conducted not nearby. They have to travel a little far. So nala Friday aanu, they're not coming to the class. So അവർ ഇന്ന് they were actually എന്താണ് ഇന്ന് പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് എന്നിട്ട് ഇന്ന് വന്ന് മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വി ആർ റിയലി ഹാപ്പി അബൌട്ട് ദ ക്ലാസ്. അവർക്ക് ഇതൊരു റിസൾട്ട് വന്നിട്ടില്ല, അവർ എക്സാം എഴുതിയിട്ടില്ല, ബട്ട് ദേ ഫൈൻഡിങ് എ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ from the training. Examination and result is another matter which we'll have to wait and see. പക്ഷെ എന്നാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് വി ഓഫേർഡ് ദെം ഇൻ ദ ബിഗിനിങ്. അവർ വന്നപ്പോൾ ഓരോ സ്റ്റുഡൻസ് വന്നപ്പോൾ നമുക്കും കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് അവരുടെ കൺസേൺസ് ഒക്കെ പറയുമ്പോഴും നമുക്ക് ചിരിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഷുവറാണ് ദാറ്റ് വി ആർ ഗിവിങ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. Okay, and we also welcome suggestions too. So ഇവിടെ ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് I can show you actually a bundle of papers. Okay, അതെന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിൻ്റെ അല്ല, അത് ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ പേപ്പേഴ്സാണ്. വാട്ട് വി ഡു ഇസ് ലൈക്ക് ഓൺലൈനിൽ അറൗണ്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്ന ഒരു മോർ ദൻ 50 കാൻഡിഡേറ്റ്സ് ഒരു മോക്ക് ടെസ്റ്റ് എഴുതുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ us to use a device and correct it. So what we do is we take the print of it and we correct it ourselves and send it back to them with all specific reports. നമ്മളുടെ ഒരു ഓൺലൈൻ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം, നമ്മളത് പ്രിൻ്റ് എടുത്ത് അവർക്ക് അവർക്ക് തിരിച്ച് ഫോട്ടോ ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത് അതിന് കൃത്യമായ എക്സ്പ്ലനേഷനും സ്കോറും ഇട്ടാണ് അവർക്ക് ഓരോ PDF ആയിട്ടും കൊടുക്കുന്നത്. Okay, so this all shows that what actually we plan to give to you, that is the best training. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മളൊരു ട്രെയിനിങ്ങിന് റെഡി ആയിട്ടിരിക്കുമ്പോൾ ഓക്കെ അതോടൊപ്പം തന്നെ ഒരു വൺ സൈഡ് മാത്രം പാടില്ല അല്ലേ. നമ്മൾ എത്ര ബെസ്റ്റ് ട്രെയിനിങ് ആണെങ്കിലും നമുക്ക് അത്രയും ഹാർഡ് വർക്ക് ഒരു കാൻഡിഡേറ്റ് ഇടണം. ആഫ്റ്റർ ഓൾ ദിസ് ഇസ് എൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ചെക്കിങ് യുവർ ലാംഗ്വേജ്. നമ്മുടെ ബേസ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അതിനൊരു ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അതിനകത്തൊരു വർക്ക് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ എക്സാംസിനൊക്കെ മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന പോലെ കുറേ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നോട്ട് ചെയ്ത്, അപ്പോൾ എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും പറഞ്ഞിട്ടുണ്ട് അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ പല ലൈവ് സെഷൻസും ഞങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കാണുമ്പോൾ അവർ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്യുമായിരുന്നു പറയുന്ന ഓരോ കാര്യങ്ങളും. സോ ആൻഡ് എല്ലാ ഒരു ലൈവ് സെഷനും മുന്നേയും ഐ ജസ്റ്റ് സ്ക്രോൾ ഇൻ ടു those comments that the students have passed.
അപ്പോൾ അവരെപ്പോഴും വളരെ ലുക്കിംഗ് ഫോർവേഡ്. സോ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു എൻകറേജ്മെൻറ്റ്. ഓക്കെ, സോ ഐ തോട്ട് ടു ഷെയർ ദിസ് ടു ഓൾ മൈ സ്റ്റുഡൻസ് ഹു ഈസ് വാച്ചിങ് ദിസ് ലൈവ് സെഷൻ. സോ നമ്മൾ അത്രയും ഒരു കൃത്യമായൊരു പാതയിലൂടെയാണോ നമ്മളുടെ ട്രെയിനിങ് എന്നുള്ളത് നിങ്ങൾ ഓൾവേസ് ചെക്ക് ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, ഓൾറൈറ്റ്. സോ അംബലി, ഹായ് അംബലി, ആൻഡ് Rajana, good evening Rajana. Jilby Matthew, ma'am, is there any new updations? Okay, so we'll be discussing it. And Zia, hi Zia, how are you? Yep, you are right. Thank you Zia for your support, the constant support that we every time see in our live sessions. Excuse me. Okay, so coming to any updations in the Jojapo, like so far there is no updation in speaking or writing or reading or listening. It's been all same. എല്ലാം വളരെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതാം. ആൻഡ് ഇൻഫാക്ട് ഇനി എഴുതാൻ പോകുന്ന എക്സാംസിനൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് എഴുതാൻ. കാരണം വി സംവെയർ അറൗണ്ട് ദ റൂം നമുക്കൊരു ചെറിയൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു റൂമ കണക്കിന് കേൾക്കാം അല്ലേ, ദാറ്റ്സ് UK is going to reduce the score എന്നൊക്കെയുള്ളത്. Though we'll have to wait for another 2 months, ബട്ട് സ്റ്റിൽ വളരെ ഹോപ്പ്ഫുൾ ആണ്. അപ്പോൾ കുറച്ചെങ്കിലും സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഇനി അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതിയാൽ മതിയോ. ബട്ട് ഡെഫിനറ്റ്ലി നോട്ട്. വൈ? ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാം. എന്നാൽ പോലും നമുക്കൊരു ചേഞ്ച് വന്നതിന് ശേഷമാണെങ്കിൽ OET ഓൾസോ ചേഞ്ച് അക്കോർഡിംഗ്ലി അല്ലേ, നമ്മുടെ എക്സാമിനേഷനും അക്കോർഡിംഗ്ലി ചേഞ്ച് ചെയ്യും. അവർക്ക് എന്തായാലും ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ആവശ്യം. സോ അതുകൊണ്ട് കട്ട് ഓഫുകൾ മാറാം അല്ലേ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ആ സ്കോറ് അതൊന്ന് നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ ദേ ആക്ച്വലി അനൗൺസ് ദ റിവിഷൻ ദാറ്റ് ദേ ആക്ച്വലി പ്ലാനിങ്, വിച്ച് ഇസ് വി ഹാവ് ടു ബി വെരി ഹോപ്പ്ഫുൾ അബൌട്ട്. സോ അങ്ങനെ അവർ പാസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു സ്കോർ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം അല്ലേ. സോ ദാറ്റ്സ് എൻ വൺ പോസിബിലിറ്റി ദാറ്റ് വി കെൻ ഡു. സാന്ദ്ര, ഹായ് സാന്ദ്ര, ഹൗ ആർ യു? ഓക്കെ, എനിവേ ആൻഡ് കമ്മിങ് ടു അവർ ടോപ്പിക്, എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനുമായിട്ട്, ന്യൂ സ്റ്റുഡൻസ് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. എന്തായാലും അവർക്കൊക്കെ ആയിട്ട് ഒരു ജനറൽ ഐഡിയ, ഐ എം ഷുവർ ദറ്റ് റിപ്പീറ്റേഴ്സ് മൈറ്റ് നോട്ട് വോണ്ട് എ ജനറൽ ഐഡിയ, ദേ ആർ ക്വൈറ്റ് ഫെമിലിയർ വിത്ത് ദ എക്സാം അറ്റ്മോസ്ഫിയർ. പക്ഷെ ബിഗിനേഴ്സ് അങ്ങനെയല്ല, ഫ്രഷേഴ്സ് അങ്ങനെയല്ല അല്ലേ. ഫസ്റ്റ് ടൈം എക്സാം അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എന്താ പറയുക, നമുക്ക് പേടി ഉണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. എന്താണ് നമ്മൾ ഇത്രയും നാളും പ്രിപ്പയർ ചെയ്തിരുന്നൊരു കാര്യമാണ് നമുക്ക് എന്താ പറയുക നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് അല്ലേ. there will not be much change only in the speaking session. Yes, that is what expected. നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടത് പറയാറായിട്ടില്ല അല്ലേ. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് നോട്ട് ഒഫീഷ്യൽ വി കൻ നോട്ട് റിവീൽ ഇറ്റ്. അതാണ്. സോ അപ്പം പറയുന്നത് സ്പീക്കിംഗ് സെഷനിൽ മാത്രം ഒരു മാർക്ക് കുറവുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ദാറ്റ് വുഡ് ബി അഗൈൻ എന്ത് റിവിഷൻ വന്നാലും അതെപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. സോ വിൽ സീ ആൻഡ് വെയിറ്റ് ആൻഡ് സീ എനിവേ. ഓക്കെ, സോ കമ്മിങ് ടു ദ എക്സാം സിറ്റുവേഷൻ. വെൽ, ബിഗിനേഴ്സിനായിട്ട് നമുക്ക് LRWS അതാണ് നമ്മുടെ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ലിസ്ണിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് പാർട്ട് എ, ആ ഒരു ലിസ്ണിംഗ് തൊട്ട് റീഡിംഗ് പാർട്ട് എ വരെ ദ എക്സാം അറ്റ്മോസ്ഫിയർ, എക്സാമിനേഷൻ ഹാൾ അറ്റ്മോസ്ഫിയർ വുഡ് ബി എ ലിറ്റിൽ ടൈറ്റ് ഇൻ ദ സെൻസ് ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ ലൈക്ക് യു വിൽ ബി കീൻലി ലിസ്ണിംഗ് ടു യുവർ ഓഡിയോ. അതുകൊണ്ട് തന്നെ എക്സാം അറ്റ്മോസ്ഫിയർ വളരെ സൈലൻറ്റും പ്ലസൻറ്റും ആയിരിക്കും. ദേ ഡോണ്ട് ഈവൻ മൂവ്, ഡു നോട്ട് വോണ്ട് ടു ഇൻറ്ററപ്റ്റ് ഓർ ഡിസ്ട്രാക്ട് യു. അതുകൊണ്ട് തന്നെ ആരും മൂവ് ചെയ്യത്തു പോലുമില്ല. Nobody would move around. So you will be given the papers, and after that they'll recollect it, and then with an announcement, after giving certain announcements, namukku reading part A tharana. Again, reading part A ilum the same thing would happen. Same karyamana reading part A ilum ullathu. That means ഒരു വളരെ സൈലൻറ്റും സ്റ്റാറ്റിക് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ബിക്കോസ് അഗൈൻ ദേ വോണ്ട് മൂവ് അറൗണ്ട്. കാരണം നിങ്ങൾക്ക് വളരെ ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു സെഷനാണ് ഈ പാർട്ട് എ എന്ന് പറയുന്നത് അല്ലേ. വളരെ ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു സെഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ
ഈവൻ ദോ ഡയറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ ടൈം കുറവുള്ളൊരു സമയമാണ്. സോ അഗൈൻ ദേ ഡു നോട്ട് വാണ്ട് ടു ഡിസ്ട്രാക്ട് യു. അതുകൊണ്ട് തന്നെ നമുക്ക് nobody would move and you have that 15 minutes, and after that 15 minutes they'll collect the papers back and then give the B and C parts. Okay, B and C പാർട്ടും അതിന് ശേഷമാണ് നിങ്ങൾക്ക് തരുന്നത്. So there is no possibility of going back to A part after all these sessions and correcting it. നമുക്ക് ആ ഒരു പോസിബിലിറ്റി ഇതിനകത്ത് സാധ്യമല്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ലിസണിങ്ങും റീഡിങ്ങിനും ശേഷം then comes the writing part. Writing the 45 minutes എന്നുള്ളത് I always think is more than enough for writing a letter. നമുക്ക് ആവശ്യത്തിലധികം സമയമുണ്ട്. എങ്കിലും നമ്മൾക്ക് ഈ ഒരു അൺനെസസറി ആയിട്ട് സമയം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എപ്പോഴാണ്? നമ്മൾ ആ ഒരു ഇത് അനലൈസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈമാണ് അല്ലേ. സോ യു ഓൾറെഡി ഹാവ് 5 minutes. സോ വി ഹാവ് ടു ബി വെരി സ്മാർട്ട് ഇൻ അനലൈസിങ് ദ ലെറ്റർ. ആദ്യത്തെ സമയം തന്നെ നമ്മൾ 5 മിനിറ്റ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും പിന്നെയുള്ള 5 മിനിറ്റ് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനും എടുത്ത് ടിക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്തിടുക. ആക്ച്വലി 5 minutes ആണ്. യു ആർ നോട്ട് ഏബിൾ ടു ടച്ച് യുവർ പെൻസിൽ പേപ്പർ. യു ക്യാൻ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ. ദാറ്റ്സ് ഇറ്റ്. അതിനുശേഷം നമുക്ക് വേണേൽ റൈറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ഈവൻ ദെൻ ഐ റെക്കമെൻഡ് യു, like I strongly recommend you to identify the information by underlining and doing every homework, okay, every work, and then you can start writing. അങ്ങനെ എഴുതുന്ന ഒരു സാധനത്തിന് 40 അല്ലെങ്കിൽ 35 minutes is like more than enough അല്ലേ. നമുക്കൊരു എസ്സേ ഒന്നും അല്ല, ഒരു ലെറ്റർ ആണ് എഴുതാനുള്ളത്. അത് more than enough ആണ്. സോ ഇങ്ങനെയുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള റീഡിങ് ലിസണിങ് റൈറ്റിംഗ് സെഷന് ശേഷമാണ് we have this speaking session, isn't it? Speaking session നമുക്ക് ഇത്രയും സെഷൻസിന് ശേഷമാണ് ഉണ്ടാവുക. സോ സ്പീക്കിംഗ് നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് അല്ലേ. 3 സെഷനും കഴിഞ്ഞു, ആ എക്സാമിനേഷൻ ഹാളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുന്ന ഒരു സെഷനാണ് സ്പീക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. സോ ഈ സ്പീക്കിംഗ് സെഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു വാക്ക് പോലും യു ഡു നോട്ട് ഹാവ് ടു എക്സ്പെക്ട് ഔട്ട്സൈഡ് ദി തിങ്സ് ദറ്റ് യു ഹാവ് പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് ഒരു വാക്ക് പോലും മാറ്റം ഉണ്ടാകത്തില്ല. അപ്പാർട്ട് ഫ്രം ദ കണ്ടീഷൻ ആൻഡ് ദ സിനാരിയോ. ഐ എം റിപ്പീറ്റിംഗ് ദി സെയിം. നിങ്ങൾ കൃത്യമായ മെറ്റീരിയൽസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്ക് പോലും അതിനകത്ത് മാറ്റം വരത്തില്ല. ഞാൻ എക്സാമിന് മുമ്പ് സ്റ്റുഡൻസിനോട് സംസാരിക്കാൻ നേരത്തും ഇത് തന്നെയാണ് പറയുന്നത്. യു ക്യാൻ ബി വെരി കോൺഫിഡൻറ്റ്. കാരണം നിങ്ങൾ കാണാത്ത ഒരു പുതിയ വാക്കും ആ ഒരു കാർഡിൽ ഉണ്ടാവില്ല. ബിക്കോസ് ദേ ഹാവ് എ സ്ട്രക്ചർ ടു ഫോളോ. അവർ ആ സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അതിനെ ഫേസ് ചെയ്യാം എന്നുള്ളത്. ആൻഡ് എക്സാം കഴിഞ്ഞിട്ടും സ്റ്റുഡൻസ് ഇത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു കോൺഫിഡൻസ് ഐ ക്യാൻ ഗിവ് ടു എനി സ്റ്റുഡൻസ് ഹു കം ആൻഡ് സ്റ്റഡി ഇൻ ദിസ് ലെറ്റ്സ് സബ്ജക്ട് ലാംഗ്വേജ് അക്കാഡമി, that you will not see a single word outside our practice session, because we practice the right materials. സ്പീക്കിങ്ങിനൊക്കെ കൃത്യമായ മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാക്ക് പോലും ഇതിനകത്തുനിന്ന് പുറത്തുനിന്ന് കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? 1 minute time is actually to kill the time. Alright, just a second. Sorry. Okay, so 3 minutes is what we have for the alright, fine, excuse me. Excuse me, hello, am I audible to you? Hello, am I audible? Can you please reply? Audible ആണോ ഞാൻ? Hello. Okay, it looks like the internal temperature is high, so there's some technical issue, so that will be relieved so far. So I think I have to continue with the main topics, which the technical issue will be resolved very soon. Thank you for the response. Akila, hi. Akila, hi. Akila, yeah, it is audible. Shiny thumbs up. Yes, thank you so much. I understood. So it's audible, right?
ഓക്കെ, നൗ ഇറ്റ് ഇസ് റെസ്യൂംഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിംഗിൾ വേർഡ് പോലും നമുക്ക് പുറത്തുനിന്ന് ആവശ്യം വരത്തില്ല എന്നല്ലേ. അപ്പോൾ ഈ 3 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി വളരെ ടെൻഷനായിട്ടിരിക്കുന്ന ഒരു 3 മിനിറ്റ്സ് ആണ്. വലിയൊരു ടാസ്ക് നമ്മുടെ കയ്യിലോട്ട് എടുത്ത് തരാൻ നേരത്ത് നമുക്കത് എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാണ്ട് വന്നാൽ 3 മിനിറ്റ്സ് നമ്മളെ ഭയങ്കരമായി ടെൻഷൻ അടുപ്പിക്കും അല്ലേ. ബട്ട് ഇഫ് യു ക്യാൻ ആക്ച്വലി kill that 3 minutes, it would be very easy. അപ്പോൾ നമ്മൾ അതിന് ആ 3 മിനിറ്റിന് കൃത്യമായിട്ടൊരു രീതി കണ്ടുപിടിക്കണം അല്ലേ. സോ വാട്ട് ഐ ask my students to do is, first of all you will have to find whether it is a non or unknown case അല്ലേ. നമ്മൾ ഒരു നോൺ ആണോ അൺനോൺ കേസ് ആണോ നമ്മൾ ആദ്യം അറിയണമെന്ന് നമ്മൾ പറയും അല്ലേ. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ ആദ്യം നോക്കണം. ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ ഐ ഹാവ് ഓൾവേസ് മെൻഷൻ ദം, ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ്. എന്തിനാണ് പേഷ്യൻറ്റ് വന്നതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ്. പേഷ്യൻറ്റ് വന്ന എന്തിനാന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് വന്ന എന്തിനാന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. അങ്ങനെ അറിയാത്തൊരു കാര്യമാകുമ്പോഴത്തേക്കും വി ഡു നോട്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദ പേഷ്യൻറ്റ് എന്നുള്ളതാണ് അതിനർത്ഥം. സോ ദാറ്റ് ക്ലിയർലി ഷോസ് യു ദാറ്റ് ഇറ്റ്സ് എൻ അൺനോൺ കേസ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ്. ഓക്കെ, റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ക്ലിയർലി ഷോസ് ഇറ്റ്സ് എൻ അൺനോൺ കേസ്. അൺനോൺ കേസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മളുടെ പേര് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവരാരാണെന്ന് ചോദിക്കണം, എന്തിനാണ് വന്നതെന്ന് ചോദിക്കണം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ആസ്ക് ഫോർ ദെയർ response. I mean, make sure that who is sitting in front of you and ask what they really wanted from what service they requires. For example, my name is Priyanka Pratas. I'm one of the registered nurses in this department. For my record or for my confirmation or for my record purpose, could you please tell your name എന്ന് പറയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പേര് കിട്ടി. ഓക്കെ, താങ്ക് യു പ്രിയാങ്ക or ഷൈനി, how can I help you? എങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? അങ്ങനെയാണ് പേഷ്യൻ്റ് കാര്യം പറയുന്നത്. സോ ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ് എന്നതോടെ നമുക്ക് നോൺ ആണോ അൺനോൺ ആണോ എന്ന് മനസ്സിലായി. ഇറ്റ്സ് എൻ അൺനോൺ കേസ്. അപ്പോൾ ആ അൺനോൺ കേസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ സിനാരിയോ വായിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പേഷ്യൻ്റ് എന്താണ് അസുഖം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുകയാണ്. എന്താണ് പേഷ്യൻ്റ് പറയാൻ പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുകയാണ് അല്ലേ. അങ്ങനെ ഓരോ ബുള്ളറ്റ് പോയിന്റിന് മുന്നേയും പേഷ്യൻ്റ് എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് ഗെസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദിസ് ക്യാൻ ബി ഡൺ വിത്ത് ദ കീവേഡ്സ് ദാറ്റ് വി ഹാവ്. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അപ്പോൾ പേഷ്യൻ്റ് എന്തായാലും പറയും ഐ ഹാവ് സച്ച് ആൻഡ് സച്ച് പ്രോബ്ലം അല്ലേ. സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റ്, ഫൈൻഡ് ഔട്ട് ദ സിംറ്റംസ്. ബ്രാക്കറ്റിൽ കുറേ സിംറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫീവർ, ഹൈ ടെമ്പറേച്ചർ, nausea, vomiting, then what not, aches, headache, ഇങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെ അടുപ്പിച്ച് 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റും ഫൈൻഡ് ഔട്ട് ദ സിംറ്റംസ്. അങ്ങനെ 2 ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആം ഐ റൈറ്റ്? സോ അങ്ങനെ ചോദ്യങ്ങൾ വരാൻ നേരത്തെ എന്താണ് പേഷ്യൻറ്റ് പറയുക? പേഷ്യൻറ്റ് അസുഖം അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം ചോദിക്കേണ്ടത്? ഓക്കെ, I'm so sorry to hear that, or that's so unfortunate, but don't worry, I can help you with I can provide you good medical assistance, but I need to collect certain details from your side, so can I ask some questions? Could you please tell me about your symptoms? അങ്ങനെയായിരിക്കും അല്ലേ. അങ്ങനെ നമുക്ക് ഓരോ ബുള്ളറ്റ് പോയിന്റിന് മുമ്പും എന്താണെന്നുള്ളത് ഗെസ് ചെയ്യാൻ പറ്റണം. അതിന് ഒരു എക്സാമ്പിളും കൂടി ഞാൻ തരാം. റിയാഷുറൻസ് എന്നൊരു വാക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ റോൾ പ്ലേ കാർഡിൽ കാണുവാണ്. ഓക്കെ, റിയാഷുർ പേഷ്യൻ്റ് അബൌട്ട് ദി ആഫ്റ്റർ ഇഫക്ട്സ്. ഇങ്ങനെയാണ് നമ്മളുടെ പേഷ്യൻ്റ് കാർഡിൽ, സോറി നഴ്സസ് കാർഡിൽ നമ്മൾ കാണുന്നത്. ദാറ്റ് ഇസ് റിയാഷുർ പേഷ്യൻ്റ് അബൌട്ട് ദി ആഫ്റ്റർ ഇഫക്റ്റ്. ആഫ്റ്റർ ഇഫക്റ്റിനെ റിയാഷുർ ചെയ്യുക എന്നുള്ളതാണ്. ആം ഐ റൈറ്റ്? സോ എവിടെയാണ് റിയാഷുറൻസ് വേണ്ടി വരിക എന്ന് വെച്ചാൽ, പേഷ്യൻ്റ് ഇസ് ആക്ച്വലി very much confused, or patient is actually very much concerned, worried, or doubtful. പേഷ്യൻറ്റിന് കൺസേണും വെറിയോ അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ പേഷ്യൻറ്റിന് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അഷ്യൂറൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ റീഅഷ്യൂർ ചെയ്യേണ്ടി വരുന്നത്.
ഓക്കെ. സോ റിയഷ്യൂർ അബൌട്ട് ദി ആഫ്റ്റർ എഫക്ട്സ് എന്ന് നമ്മൾ കാണുവാണെങ്കിൽ യു ഹാവ് ടു ബി വെരി സെൻസിബിൾ ദാറ്റ് ഇപ്പോൾ പേഷ്യൻറ്റ് നമ്മളോട് ചോദിക്കും ഐ എം ക്വൈറ്റ് വറീഡ് അബൌട്ട് ദി ആഫ്റ്റർ എഫക്ട് ഓർ ഐ എം അഫ്രൈഡ് അബൌട്ട് ദി ആഫ്റ്റർ എഫക്ട്. സോ ഡു യു തിങ്ക് ഐ ഹാവ് ഹേർഡ് മൈ ഫ്രണ്ട് സെയിങ് ദാറ്റ് ദർ ആർ സിവിയർ ആഫ്റ്റർ എഫക്ട്, വിൽ ദാറ്റ് എഫക്ട് മീ? അപ്പോൾ പേഷ്യൻറ്റിന് ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയുള്ള കൺസേൺ ആയിരിക്കും പേഷ്യൻ്റ് അവിടെ പറയുന്നത്. അവിടെ നമ്മളാണ് കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. വെൽ, ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ക്വൈറ്റ് വറീഡ് അബൌട്ട് ദ ആഫ്റ്റർ എഫക്ട്സ്, ബട്ട് ലെറ്റ് മീ ടെൽ യു that I can assure you the after effects are very mild. It can be managed so well, like a mild headache or a kind of unwellness, but this will subside very soon. ഓക്കെ. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കണം. അത് വളരെ ചെറുതാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഓരോ കീവേഡ് നമുക്ക് കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി ഈസി ഫോർ അസ് ടു ഗെസ് ദി അതർ ഏരിയസ്. സോ ഈ റിയഷ്യൂറൻസ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സാമിന് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് പ്രോപ്പറായിട്ടൊരു റിപ്ലൈ നിങ്ങൾക്ക് പറയാൻ പറ്റട്ടെ. ഓക്കെ. റിയഷ്യൂർ അബൌട്ട് ദി ആഫ്റ്റർ എഫക്ട്സ്, റിയഷ്യൂർ അബൌട്ട് ദ പ്രിസ്ക്രിപ്ഷൻ. ഇപ്പം റിയഷ്യൂർ അബൌട്ട് ദ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷനിൽ പേഷ്യൻറ്റിന് എന്തോ ഒരു താല്പര്യക്കുറവോ കൺസേണോ വറിയോ അല്ലെങ്കിൽ ഡൗട്ടോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? റിയഷ്യൂർ അബൌട്ട് ദ പ്രിസ്ക്രിപ്ഷൻ. So patient പറയാണ് my doctor has given me this medicine and I know that this is for depression, but I do not have depression, I only have anxiety. Okay, അവിടെ നമ്മൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. I do understand that you are a bit worried about your condition, but let me tell you and I can assure you that this is also for anxiety, so don't worry about it. There is no side effects. Doctor has given you the right medication, so don't worry about that. അങ്ങനെ നമ്മൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ദാറ്റ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് കോമൺ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ റിയഷ്യൂറൻസ് എന്തായാലും ഓർത്തിരിക്കുക, എക്സാമിന് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ദർ ആർ കോമൺ സിനാരിയോ ലൈക്ക് നമ്മൾ ബ്രാക്കറ്റിൽ കാണാറുണ്ട്, അല്ലേ? നമ്മൾ എത്ര അഷ്യൂറൻസ് കൊടുത്താലും റിയഷ്യൂറൻസ് നമ്മൾ എത്ര പറഞ്ഞാലും വി പുട്ട് എ ക്ലോസ് മെഡിക്കൽ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ we always put an excuse in between. For example, definitely I can assure you that this is very mild and it will subside within one day, don't worry എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയെങ്കിലും, but at the same time if the symptoms persist and if you have severe headaches, do not hesitate to see the doctor or immediately see the doctor. Doctor is the right one to diagnose the problem and administer treatment for you, and he will rule out the underlying condition. അല്ലേ? നമ്മൾ എപ്പോഴും ഇത് പറയും, എത്ര അഷ്വറൻസ് കൊടുത്താലും എന്നാൽ പോലും നിങ്ങൾക്ക് സിവിയറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക എന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. സോ ഈ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് ഒരു വളരെ കോമൺ ആയിട്ട് ഒത്തിരി കാർഡുകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളത്. ആം ഐ റൈറ്റ്? സോ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് പറയാൻ നേരത്ത് യു ക്യാൻ ജസ്റ്റ് പ്രിപ്പയർ ഇറ്റ്. നമുക്കത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. Doctor is the one to diagnose a problem, doctor is the one to treat the problem, and doctor is the one who can rule out the underlying condition. റൂട്ട് എന്താണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നല്ലേ? ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, റൂൾ ഔട്ട് ദ അണ്ടർലൈങ് കണ്ടീഷൻ. സോ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള വൊക്കാബുലറിയും ഇങ്ങനെയുള്ള സെൻറ്റൻസും നമുക്ക് ഓൾവേസ് ഫ്രെയിം ചെയ്ത് വെക്കാം, അല്ലേ? in order to make sure that we do not make any mistakes while in the speaking test. അതുപോലെ തന്നെയാണ് ഡിസ്ചാർജിൻ്റെ കാര്യം വരുമ്പോൾ ദ പേഷ്യൻ്റ് ഓൾവേസ് വോണ്ട് ഡിസ്ചാർജ് സോ ഫാസ്റ്റ്, ബട്ട് അപ്പം എപ്പോഴും ഒരു കൺസേൺ ഉണ്ടാവും, അല്ലേ? വെൻ ഐ വിൽ ബി ഏബിൾ ടു ഡിസ്ചാർജ് എന്നുള്ളത്. യെസ്, സോ or will I be able to discharge within 1 week, 2 weeks time? അങ്ങനെയൊക്കെ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് വരാൻ നേരത്ത് what they actually say, എന്താണ് അവർ പറയാറ്? Definitely right now I'm so sorry, right now you need the support from the our side, you have to be keenly monitored, you need around the clock care എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും, അല്ലേ? പക്ഷെ അതിന് മുമ്പ് നമുക്കൊന്ന് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച്
ഒരു സെൻറ്റൻസ് പറയുവാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ, ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൾട്ട് ഫോർ യു ടു ബി ഇൻ എ ഹോസ്പിറ്റൽ ഫോർ വെരി ലോങ് ടൈം, ബട്ട് ലെറ്റ് മീ ടെൽ യു, അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻ യു നീഡ് എക്സ്പെർട്ടൈസ്ഡ് കെയർ which you get 24/7 in this hospital. That's why. But once you are okay, once you feel better, definitely the discharge process will be faster. അല്ലേ? ഓക്കെ ആയി കഴിയുമ്പോൾ അത് ഫാസ്റ്റർ ആയിരിക്കും. അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് കാണും. സോ ദിസ് ഈസ് അഗൈൻ എ കോമൺ സിനാരിയോ. അതുപോലെ തന്നെയാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ ദർ ആർ ലോട്ട് ഓഫ് റെക്കമെൻഡേഷൻ പുട്ട് ഫോർവേഡ് ടു യു. സോ അതിനകത്ത് നമുക്ക് എപ്പോഴും നമ്മൾ കാണാറുള്ള എന്താണ്, please make sure, you have to do that, you need to do, you can do, you need to do, you can do, ഇങ്ങനെയാണ് നമ്മൾ ഓഫൻ പറയുക, അല്ലേ? You need to take plenty of water, you can take fiber rich food, and you also can take proper exercise. ഇതിനൊക്കെ പകരം അവിടെയും നമുക്ക് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് വെക്കാം, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് in this situation I can recommend you certain important things, like it's very important to take fiber rich food. It is very important to take fiber rich food. Adupole, please make sure that you do regular exercise. Please make sure that you do regular exercise. And please make sure, it is very important. I highly recommend, I strongly suggest. അങ്ങനെയൊക്കെ നമുക്ക് recommendation പറയാം, isn't it? So these are certain things. It's very important. ബട്ട് നമ്മൾ അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണോ നിങ്ങൾ പോകുന്നതെന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ബിക്കോസ് ഐ എം ഷുവർ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ എക്സാമിനേഷൻ. നിങ്ങളുടെ എക്സാമിനേഷന് തീർച്ചയായിട്ടും അതൊരു വളരെ വലിയ ഹെൽപ്പായിരിക്കും. നിചിത ഗ്രേസ്, ഹായ്, ഹൗ ആർ യു? ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ കോൺവെർസേഷൻ. ദിസ് വാസ് ടു മേക്ക് എ കോൺവെർസേഷൻ എ ബിറ്റ് മോർ ഈസി, അല്ലേ? കോൺവെർസേഷൻ ഈസി ആക്കാനുള്ളതാണ്. ബട്ട് ഹൗ കെൻ വി ഇംപ്രസ് ദി എക്സാമിനർ? ആസ് യു നോ, ഇറ്റ് ഈസ് ഓൺലി ദ സൗണ്ട് ദാറ്റ് ഇസ് what to say, it is a sound that is analyzed. So it is very, very important, or it is very essential to make note of this, that you have to sound very smart. നമുക്ക് സൗണ്ട് വളരെ സ്മാർട്ടായിരിക്കണം. നമ്മൾ ഓഡിയോ കേൾക്കാൻ നേരത്ത് സൗണ്ട് വളരെ സ്മാർട്ടായിരിക്കണം. അത് ഒരു കാരണവശാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ത് പറ്റി എന്നൊക്കെ പറയുമ്പോൾ യു ക്യാൻ മേക്ക് യുവർ ലിപ്സ് സ്പ്രെഡ്, അല്ലേ? ചിരിച്ചിട്ട് ചോദിക്കാം, നമുക്ക് വളരെ പ്ലസൻറ്റ്, ചിരിച്ചിട്ട് ഇൻ ദ സെൻസ് വളരെ പ്ലസൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, അല്ലേ? പേരെന്നൊക്കെ പറയുന്ന പിന്നെ കണ്ടീഷനിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലസൻറ്റ്നെസ് ചിലപ്പോൾ എപ്പോഴും കാണിക്കാൻ പറ്റണമെന്നില്ല. ബിക്കോസ് സംടൈംസ് ദ കണ്ടീഷൻ മൈറ്റ് ബി സീരിയസ്. പക്ഷേ പേരൊക്കെ ചോദിക്കുമ്പോൾ കാൻ't you ask, for my better understanding, could you please tell your name? അല്ലേ? പേര് പറയുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫേസ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് സൗണ്ട് റിഫ്ലക്റ്റ് ഇൻ യുവർ ഓഡിയോ ഓൾസോ. അത് തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയോയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഒരാൾ വിഷമിച്ചാണോ സീരിയസ് ആണോ അത് വളരെ പ്ലസൻ്റ് ആയിട്ടാണോ സംസാരിക്കുന്നതെന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ത്രൂ ദ സൗണ്ട് മോഡുലേഷൻ, അല്ലേ? കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു സൗണ്ട് റിയലി സ്മാർട്ട്. അവിടെ നമുക്ക് പേഷ്യൻറ്റിനും ഒരു വാട്ട് ടു സേ, വി ഹാവ് ടു ഗിവ് റോൾ ടു ദ പേഷ്യൻറ്റ് ടു. പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇസ് ദാറ്റ് ക്ലിയർ? നമ്മൾ ഓരോ ഇൻഫർമേഷൻ പറഞ്ഞതിന് ശേഷവും യു ഹാവ് ടു ആസ്ക്, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ദർ എനി അതർ കൺസേൺ യു ഹാവ്? ഒരിക്കലും 2 ബുള്ളറ്റിൻ്റെ പോയിന്റ്സ് ഒരുമിച്ച് ചേർത്ത് പറയരുത്. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ആസ്ക്ഡ് the patient that is there anything that you are concerned about. നമ്മൾ 2 ബുള്ളറ്റിൻ്റെ നടുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഉറപ്പായിട്ടും ചോദിച്ചേക്കണം. അത് 2 ബുള്ളറ്റ് ഒരുമിച്ച് പറയാനാണെങ്കിൽ ഒരിക്കലും അത് 2 ആയിട്ടിടില്ല. അത് ഒരു ബുള്ളറ്റിൽ 2 സെൻറ്റൻസേ ആവത്തുള്ളൂ. സോ നെവർ മിക്സ് ഇറ്റ്. ഓക്കെ, when you approach the room or examiner, please smile always and wish them nicely. Then examiner will ask you to sit and say thanks and appreciate. That time you will get confidence. Okay, thank you, Zia. That's a wonderful, what to say, wonderful wish or wonderful experience that you have shared. So these are the people who have written already the examination, so it is definitely will help you. So you cannot pass that tension or negative energy to the examiner. Rather we can pass the positivity in us, alle for rendu varkum positive aayittu exam attend cheya, isn't it? So yeah, so tone is an important factor. ഇനി എന്തായിരിക്കും നമുക്ക് എക്സാമിന് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ടൈം നമ്മളൊരു വാക്സിനേഷൻ കാർഡ്
I think before that it was the pneumococcal vaccine type 2 diabetes vaccination card ഉണ്ടായിരുന്നു. Last time there wasn't any vaccination card, so probably this time you can expect a trip advice card അല്ലേ? Trip advice ഒരു ഏഷ്യ ആഫ്രിക്കൻ കൺട്രീസിലോട്ടൊക്കെ പോകുന്നൊരു ട്രാവലർ ഇസ് ആസ്കിങ് ഫോർ അഡ്വൈസ്. അവിടെ നമ്മൾ പ്രത്യേകം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് ദർ ഇസ് എ ചാൻസ് ഓഫ് മലേറിയ സ്പ്രെഡും അതിനെതിരെയുള്ള പ്രിക്കോഷനും അങ്ങനെയുള്ള കാർഡ്സ് വളരെ പോപ്പുലർ ആയിരുന്നു. സോ ഇറ്റ്സ് ബീൻ എ വൈൽ ദാറ്റ് ഇറ്റ് ഹാവൻറ്റ് ആസ്ഡ്. സോ അങ്ങനൊരു എക്സാം കാർഡ് യു കെൻ എക്സ്പെക്ട്. ദെൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇസ് റിലേറ്റഡ് വിത്ത് കാർഡിയോ, അങ്ങനൊരു കാർഡ് യു കെൻ എക്സ്പെക്ട്. ആൻഡ് നിങ്ങൾ കാർഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദർ വിൽ ബി സർട്ടൻ വേർഡ്സ് വിച്ച് യു പ്ലീസ് ഡു നോട്ട് റീപ്ലേസ് എ പാരഫ്രേസ്. ഫോർ എക്സാമ്പിൾ, please visit your GP, make an appointment with your GP for further follow-up എന്നൊക്കെയാണ് നമ്മളുടെ കാർഡിൽ കിടക്കുന്നതെങ്കിൽ ഐ വുഡ് റിക്വസ്റ്റ് യു ടു സേ ദ സെയിം. GP എന്നുള്ളത് പ്ലീസ് ടേക്ക് മെഡിക്കൽ അഡ്വൈസ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊന്നും പറയരുത്. GP എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പാർട്ട് ഫ്രം ബീങ് ജസ്റ്റ് എ ഡോക്ടർ എന്ന് പറയുന്നതിന് പകരം GP എന്ന് അവിടെ സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് എ പേർപ്പസ്, അതിനൊരു കൃത്യമായ പേർപ്പസ് ഉണ്ട്. സോ സേ ഇറ്റ് ആസ് ഇറ്റ് ഇസ്. ഓക്കെ, ഇനി ഇമോഷൻ വൈസ് നോക്കുവാണെങ്കിൽ I think embarrassment is a kind of a common emotion that we sometimes, common emotion which, popular emotion among the students who have written the OED examination. അല്ലേ, മിക്കവാറും വളരെ എംബാരസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്യാൻ നേരത്ത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ അവരെ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് വേണം പറയാൻ അല്ലേ. Otherwise, we cannot actually get the required score. അതായത് embarrassment എന്താണ്? That's a kind of feeling that they are not ready to open up, they're feeling very shy. പക്ഷെ എന്നിട്ട് നമ്മളോട് ഓപ്പൺ അപ്പ് ആക്കുമ്പോൾ as a verbally we have to make the patient very comfortable. Okay, so these are the things you have to be very careful about. Trip advice, chest infection, mother and father for sure, then skin related disease. നിങ്ങളെ കണ്ടീഷൻസിനെ പറ്റി പക്ഷേ ബോധർ ആവണ്ട. ട്രിപ്പ് അഡ്വൈസ്, റീഅഷുറൻസ് ആസ് ഐ മെൻഷൻഡ്, ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. And these are the things that I would like to notice. And all the very best for the people who are getting ready to write the examination. And we will be soon meeting at 9 o'clock day after tomorrow on Saturday with a writing discussion as well as a speaking discussion. Let's meet at 9. There you will see Hari sir too with me. So all the best once again to all the exam takers. This is Priyanka Pratas winding up from Let's Update Language Academy FP YouTube channel. Bye bye.